ശിഥിലമാകുന്ന കുടുംബബന്ധങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കുടുംബബന്ധം ജീവിതത്തിൽ അനിവാര്യമാണ്. കുടുംബബന്ധം ചേർക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്, നിർബന്ധമാണ്. വിശുദ്ധ ഖുർആൻ അത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടും ഉള്ളതാണ്. കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾ വല്ലദീന യസ്വിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. സൂറത്തുർ റഅദിൽ അല്ലാഹു തആല പറഞ്ഞു, നാളെ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ സ്വർഗം സമ്മാനമായി നൽകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗത്തെ അല്ലാഹു തആല പറഞ്ഞപ്പോൾ കുടുംബബന്ധം ചേർക്കുന്നവർ എന്ന ഒരു വിഭാഗത്തെ സൂറത്തുർ റഅദിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉപ്പ, ഭാര്യ, ഭർത്താവ്, മക്കൾ ഇവരൊക്കെ ഉൾക്കൊണ്ട ഒന്നാണ്. ചിലത് ചെറിയ കുടുംബം, അണുകുടുംബം ഉണ്ടാകും, ചിലത് വലിയ കുടുംബം ഉണ്ടാകും. എന്നാൽ ഇസ്ലാമിൽ, വിശുദ്ധമായ ഇസ്ലാമിൽ ഈ കുടുംബത്തിലുള്ള ബന്ധങ്ങളെ അതിന് വലിയ പ്രാധാന്യം നൽകുന്നതായി നമുക്ക് കാണാൻ പറ്റും. എല്ലാ വിഷയങ്ങളിലും കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് പല കുടുംബങ്ങളിലും അത് ഇല്ലാതെയാവുകയും സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് നമ്മൾ മാറിയപ്പോൾ കുടുംബത്തന്നെ, സ്വാർത്ഥ താല്പര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങളിലേക്കെന്ന, പക്ഷെ കുടുംബം തന്നെ സ്വന്തമാണ് എന്നത് മറന്ന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും എന്നുള്ള നിലപാടിലേക്ക്, സ്വന്തം ഉമ്മയെയും ബാപ്പയും പോലും മാറ്റി നിർത്തിയിട്ട് ആ ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബബന്ധം ചേർക്കൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, അനിവാര്യമായ ഒന്നാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. കുടുംബബന്ധം ചേർത്താൽ ഒരാൾക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നബി തങ്ങൾ പറയുന്നത് കാണാം, ഈ ദുനിയാവിൽ തന്നെ നിങ്ങൾ വലിയ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടോ? മൻ സർറഹു അൻ യുമിദ്ദ ലഹു ഫീ ഉംരിഹി വയുവസ്സിഅ ലഹു ഫീ റിസ്ഖിഹി ഫൽയത്തഖില്ലാഹ വൽയസിൽ റഹിമഹ. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ദീർഘ ആയുസ് കിട്ടുന്നത് നിങ്ങൾ സന്തോഷമായി കാണുന്നുണ്ടോ? നിങ്ങളുടെ റിസ്ഖ്, ഭക്ഷണം വിശാലമാകണം, നല്ല ജോലി വേണം, ഖൈറായ രീതിയിൽ നല്ല റാഹത്തോടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫൽയത്തഖില്ലാഹ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാകണം. വൽയസിൽ റഹിമഹ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരും ആകണമെന്ന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ ദീർഘ ആയുസ് ലഭിക്കാൻ അത് കാരണമാണ്. നമ്മുടെ റിസ്ഖിൽ, ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ അത് കാരണമാണ് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ചില വിഭാഗം ആളുകളെ തങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ പരസ്പരം സലാം പറയണം. വഅത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കണം. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, രാത്രി ജനങ്ങളെല്ലാം ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം. തദ്ഖുലുൽ ജന്നത ബിസ്സലാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. നല്ല രക്ഷപ്പെട്ടവരായി നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കുന്നവരാകാം. അപ്പോൾ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അതാ സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിടയിൽ ഇരിക്കുന്ന സമയത്ത് ഫഖുൽതു, വന്ന സ്വഹാബി ചോദിക്കുകയാണ്, അൻതല്ലദീ തസഅമ അന്നക റസൂലുള്ളാഹ്,
നിങ്ങളാണോ നബി എന്ന് വാദിക്കുന്ന റസൂൽ എന്ന് പറയുന്ന ആള് നിങ്ങളാണോ? ഖാല നഅം, നബി തങ്ങൾ പറഞ്ഞു അതേ മോനെ, ഞാനാണ് നബിയാണെന്ന് പറഞ്ഞു വന്ന ആൾ. അപ്പോൾ ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹ്, ഒന്നാമതായി അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. വീണ്ടും ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സുമ്മ, പിന്നെ ആരാണ് നബിയെ ഏറ്റവും നല്ല അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ചെയ്യുന്നവൻ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിലത്തുർ റഹ്മി, കുടുംബബന്ധം ചേർക്കുന്നവനാരാണ് അവന്റെ ആ പ്രവർത്തനം അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നിട്ടില്ല വന്ന ആഗതന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു, നബിയേ എന്നാൽ ഒന്നുകൂടെ ചോദിക്കട്ടെ, അയ്യുൽ അഅമാലി അബ്ഗളു ഇലല്ലാഹ്, അല്ലാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം എന്താണ്? അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുകാരെ ചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. വഖുൽതു, വീണ്ടും ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് സുമ്മ, പിന്നെ ആരാണ് നബിയേ ഏറ്റവും അല്ലാഹ്ക്ക് ദേഷ്യമുള്ള വിഭാഗത്തെ രണ്ടാമതായി തങ്ങൾ എണ്ണി. സുമ്മ ഖതിഅത്തുർ റഹ്മി, കുടുംബബന്ധം മുറിക്കുന്നവനാരാണ് അവന് അല്ലാഹുവിന്റെ കോപത്തിന് പാത്രമായവനാണെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാപ്പാനോട് പിണങ്ങിയവനാണോ കുടുംബബന്ധം മുറിച്ചവനാണ്? ഭാര്യയോട് മിണ്ടാത്തവനാണോ കുടുംബബന്ധം മുറിച്ചവനാണ്? ബാപ്പാന്റെ ജ്യേഷ്ഠനോട് പിണങ്ങിയവനാണോ കുടുംബബന്ധം മുറിച്ചവനാണ്? ഇങ്ങനെ കുടുംബാംഗങ്ങളോട് മിണ്ടാതെ അവരോട് പ്രശ്നങ്ങളും കലഹങ്ങളുമായി നടക്കുന്നവനാണെങ്കിൽ അവനാണ് കുടുംബബന്ധം മുറിച്ചവൻ. അങ്ങനെ കുടുംബബന്ധം മുറിച്ചവരിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ അല്ലാഹുവിന്റെ കോപമുള്ളവരാണ് എന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്ത ചില വസിയത്തുകളുടെ കൂട്ടത്തിൽ കാണാം, തങ്ങൾ പറഞ്ഞു, ഔസാനി ഖലീലി ബിഖിസാലിൻ മിനൽ ഖൈർ. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കാര്യങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ കുടുംബബന്ധം ചേർക്കണമെന്നാണ്. കുടുംബബന്ധം ചേർക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾ നോക്കൂ, നമ്മൾ ഒരാളൊരു കുടുംബത്തിൽ ഒരു പ്രയാസമുണ്ടാക്കിയാൽ ചിലപ്പോ നമ്മൾ പറയും, ഞാൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തുറന്നടിക്കുന്ന ആളാന്ന് പറയും. നമ്മളൊരു ന്യായം പറയണായിരിക്കും, എനിക്ക് കുറച്ച് BP കൂടുതലാണ്, അപ്പൊ ഞാൻ അങ്ങ് തുറന്നു പറയും, അത് എപ്പോഴും കുടുംബത്തിൽ പ്രശ്നം എന്നറിയും. ആ BP നിയന്ത്രിക്കാനാണ് ഈ പറയുന്നത്. BP മുഴുവനും പൊട്ടിത്തെറിച്ച് നമ്മളെ തൊള്ളയിൽ വന്നത് ഫുള്ള് വിളിച്ചു പറയാന്നുള്ളത്, അതിനെ പിടിച്ചു നിർത്താനാണ് ഇസ്ലാം പറയുന്നത്. അത് പൊട്ടിത്തെറിച്ചിട്ട് എന്തുണ്ടാക്കും എന്നുള്ളതല്ല പറയേണ്ടത്. അതിനെ പിടിച്ചു നിർത്താനും ഞാൻ സ്വയം നിയന്ത്രിതനാകാനുമാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് മുഴുവൻ എന്റെ കുടുംബത്തിൽ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല, പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ. ചില സമയത്ത് നമ്മൾ താന്നു കൊടുക്കേണ്ടി വരും, ചില സമയത്ത് നമ്മൾ മൗനം പാലിക്കേണ്ടി വരും, ചില സമയത്ത് സ്ട്രോങ് നിലപാടെടുക്കേണ്ടി വരും. ഇതൊക്കെ ഒരു കുടുംബത്തിലാകുമ്പോൾ ഉണ്ടാകും. പക്ഷേ അവിടെ കുടുംബം തകരാത്ത രീതി, മസ്ലഹത്തിന്റെ രീതി നോക്കണം. എല്ലായിടങ്ങളിലും അങ്ങനെയാണ്. പെട്ടെന്ന് എടുത്തു ചാടിയ തീരുമാനങ്ങൾ ഒരിക്കലും ഉചിതമാകില്ല. എപ്പോഴും ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാൻ. ഉടനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന പല വിഷയങ്ങൾക്കും ചോദിച്ചപ്പോ തങ്ങള് ചില സമയങ്ങളിലൊക്കെ മറുപടി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മറുപടി കൊടുത്തിട്ടില്ലേ? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തീരുമാനം വരാൻ 10, 15, 40ഓളം ദിവസമൊക്കെ വെയിറ്റ് ചെയ്ത സംഭവങ്ങളുണ്ടല്ലോ ചരിത്രത്തിൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ? തീരുമാനങ്ങൾ ഉടനടി വരാൻ പാടില്ല. ചില തീരുമാനങ്ങൾ ആലോചിക്കാനുണ്ടാകും. ചില തീരുമാനങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരും. നമ്മൾക്ക് ഉടനെ നമ്മൾ തീരുമാനം പറഞ്ഞാൽ ചിലപ്പോൾ വലിയ കലഹത്തിലേക്ക് പോകും. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഇത് നമ്മൾ കുടുംബത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന നല്ലൊരു വഴിയാണ്.
പലപ്പോഴും സ്ഥലതർക്കങ്ങൾ, ബാപ്പയും അമ്മയും മരിച്ചു, നമ്മള് അനന്തര സ്വത്ത് ഓഹരി വെക്കുകയാണ്, അതിന്റെ പേരിൽ അടിപിടി കൂടെയാണ്, ഖബറിൽ കിടക്കുന്ന ഉമ്മാക്കും ബാപ്പാക്കും സ്വൈരല്ല, ഇങ്ങനെ പ്രയാസങ്ങളാണ്. അന്ന് തൊട്ട് തുടങ്ങി. പിന്നെ അവനോട് മിണ്ടില്ല, അവന്റെ വീട്ടിലേക്ക് പോകൂല, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് അവനെ കാണിക്കരുത്. ഇതൊക്കെയാണ് നമ്മുടെ ഡയലോഗ്. എവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു സംസ്കാരം പഠിച്ചത്? ഹബീബായ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരായാൽ, ആ കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുണ്ട്. അതേ സമയത്ത് ലഅൻ ഖതീഅത റഹ്മിൻ തുസബ്ബിബുൽ ഉഖൂബതി ഫിദ് ദുനിയാ വൽ ആഖിറ. കുടുംബബന്ധം മുറിക്കുന്ന ഒരാളാണെങ്കിലോ ദുനിയാവിലും ആഖിറത്തിലും അവനക്ക് ശിക്ഷ കിട്ടാൻ അത് കാരണമാണ് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ വസല വസലഹുല്ലാഹ് വമൻ ഖതഅ ഖതഅഹുല്ലാഹ്. ആരെങ്കിലും കുടുംബത്തെ ചേർത്ത് പിടിച്ചാൽ അല്ലാഹു അവനെ ചേർത്ത് പിടിക്കും. കുടുംബബന്ധം മുറിക്കുന്നവനായാലോ അല്ലാഹു അകറ്റി നിർത്തുമെന്നാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ അവരുടെ വേദനകൾ അറിയണം, അവരുടെ പ്രയാസങ്ങൾ അറിയണം, അവരുടെ സന്തോഷങ്ങളിൽ പങ്കുകൊള്ളണം. എല്ലായിടങ്ങളിലും നമ്മൾ ഇടപഴകുന്നവരാകണം. കാരണം അത്രയും പ്രാധാന്യം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. ഈമാനിനോട് ചേർത്തി പറഞ്ഞില്ലേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ലൈഫഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മഹു എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇത്ര പ്രാധാന്യം അതിനെ കൊടുത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മൻ കാന യുഅ്മിനു ബില്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും ഒരാൾ വിശ്വസിച്ചാൽ, അവൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമ, അവന്റെ കുടുംബ ബന്ധം അവന് ചേർക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഈമാനിനോട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരാൾ, അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ പണി ചെയ്തോളണം എന്നാണ് പറഞ്ഞത്. അത്രയും പ്രാധാന്യം നമ്മൾ കുടുംബ ബന്ധം ചേർക്കുന്നതിൽ ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ കുടുംബങ്ങളിൽ എവിടെയൊക്കെയോ ചില ഉരസലുകൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകും. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ റമദാൻ അവസാനിപ്പിക്കുമ്പോഴേക്ക്, ഈ റമദാൻ ഈ മഗ്ഫിറത്തിന്റെ 10 നമ്മിൽ നിന്ന് വിട പറയുമ്പോഴേക്ക് നമ്മളത് തീർക്കേണ്ടവരാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ അമലുകൾ സ്വീകാര്യതയുള്ളതാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഅമാല ബനി ആദം തുഅറദു കുല്ല ഖമീസിൽ ലൈലത്തിൽ ജുമുഅത്തി. എല്ലാ വെള്ളിയാഴ്ച രാവിലും എന്റെ ഉമ്മത്തീങ്ങളുടെ അമൽ എന്നിലേക്ക് കാണിക്കപ്പെടുന്നുണ്ട്. ഫലാ യുഖ്ബലു അമല ഖാതിഉ റഹ്മിൻ, എന്നാൽ കുടുംബ ബന്ധം മുറിച്ചവന്റെ അമൽ സ്വീകരിക്കുന്നില്ല. നീ എത്ര സ്വതക കൊടുത്തിട്ടെന്താണ് ബാപ്പാനോട് മിണ്ടാതെ? നീ എത്ര സക്കാത്തും നല്ല സൽക്കർമ്മങ്ങളും ചെയ്തിട്ടെന്താണ് ഉമ്മാനോട് മിണ്ടാതെ? നീ നാട്ടിലെത്ര വലിയ സൽക്കർമ്മം ചെയ്യുന്നവനായിട്ടെന്താണ് നിന്റെ ഭാര്യയോടും മക്കളോടും പിണങ്ങി നടന്നിട്ട്? കൂട്ടുകാരെ, നമ്മുടെ അമല് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബബന്ധം ചേർത്തുന്നവരാകണേ. വയൽ നടക്കുന്ന മജ്ലിസിൽ ആരാണ് 1000 റുപ്യ പള്ളിക്ക് തരാൻ ചോദിച്ചപ്പോ അബൂബക്കർ ഹാജി കൈപൊക്കി 1000 രൂപ. അപ്പൊ അബൂബക്കർ ഹാജിന്റെ ഭാര്യ അപ്പുറത്തുനിന്ന്, പടച്ചോൻ ഇന്നലെ മീൻ വാങ്ങാൻ പൈസ വെച്ചപ്പോ ഇന്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ പള്ളിക്ക് 1000 റുപ്യ കൊടുക്കുന്നത്. എങ്ങനെയുണ്ട്? ആദ്യം എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മളെ കുടുംബത്തിലാണ്. ഈ കൊടുജി കൊണ്ട് എന്ത് കാര്യമുണ്ട്? ഒരു മീൻ വാങ്ങാനുള്ള ക്യാഷ് കൊടുക്കാൻ വീട്ടിൽ ചോദിച്ചപ്പോ എന്റെ അടുത്ത് ക്യാഷ് ഇല്ല. 4 ആളെ മുമ്പിൽ 1000 രൂപ ആര് തരും ചോദിച്ചപ്പോ കൈ പൊങ്ങി 1000-ന്. അപ്പോൾ നമ്മൾ കുടുംബത്തിനാണ് പ്രാധാന്യം. സ്വതക്ക കൊടുക്കുന്നു ഒക്കെ അങ്ങനെ തന്നെ, കുടുംബത്തിലാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം അങ്ങനെയായിരിക്കണം. നമ്മുടെ കുടുംബ ബന്ധം ചേർക്കാനുള്ള വഴികളെയാണ് നമ്മൾ തിരയേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു അലൽ മിസ്കീനി സദഖത്തുൻ. ഒരു മിസ്കീനിന് സ്വതക്ക കൊടുത്താൽ ഒരു സ്വതക്കയുടെ പ്രതിഫലം കിട്ടി. വസ്സദഖത്തു അലാ ദിർറഹമി സിനാൻ.
എന്നാൽ സ്വന്തം കുടുംബക്കാരന് സ്വതക്ക കൊടുത്താൽ 2 പ്രതിഫലം കിട്ടി. ഒന്നാമത്തത് സ്വതക്കത്തുൻ, സ്വതക്കയുടെ പ്രതിഫലമാണ്. രണ്ടാമത്തത് സ്വലത്തുൻ, കുടുംബബന്ധം ചേർത്തിയതിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബത്തിലെ ഒരാൾക്ക്, പാവപ്പെട്ട ഒരാൾക്ക് കുടുംബക്കാരൻ നമ്മൾ സ്വതക്ക കൊടുത്താൽ 2 പ്രതിഫലമുണ്ട്. ഒരു മിസ്കീനിന് പുറത്ത് നാട്ടിലൊരു മിസ്കീനിന് സ്വതക്ക കൊടുത്താൽ മിസ്കീനിന് കൊടുത്ത പ്രതിഫലം കിട്ടി, സ്വതക്ക കൊടുത്ത പ്രതിഫലം കിട്ടി. അതേ സമയത്ത് കുടുംബക്കാരനാണെങ്കിലോ ആ കുടുംബക്കാരന് സ്വതക്ക കൊടുത്ത പ്രതിഫലവും കിട്ടി, കുടുംബബന്ധം ചേർത്തതിന്റെ പ്രതിഫലവും കിട്ടി എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എങ്ങനെയാണ് ഒരാൾ കുടുംബബന്ധം ചേർക്കേണ്ടത്? മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ കേവലം സ്വതക്ക കൊടുക്കലാണോ? അല്ല. ഫതകൂന ബിനഫഖതി ലിമൻ യഹ്താജു ദാലിക, ആവശ്യമുള്ള ആളുകൾക്ക് നമ്മൾ നൽകണം. നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾ ഉണ്ടാകും. ചില ആളുകൾ വീട്ടിൽ ചെലവ് കൊടുക്കൂല, ഭാര്യയ്ക്ക് വേണ്ടത് മേടിച്ചു കൊടുക്കൂല, മക്കൾക്ക് വേണ്ടത് നമ്മൾ എത്തിച്ചു കൊടുക്കൂല. ഇങ്ങനെ നഫഖ കൊടുക്കാത്ത ആളുകളുണ്ട്. കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ബാധ്യതകൾ നമ്മൾ ഒന്നാമതായി വീട്ടണം. വതകൂന ബിൽ ഹദിയതി, ഹദിയ കൊടുക്കുന്നവരാകണം നമ്മൾ. ഹദിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും പൈസ മാത്രം കൊടുക്കുകയല്ല. നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ വളരെ ചുരുങ്ങിയത് നമ്മൾ വഴിയിൽ നിന്ന് ഫ്രൂട്ട്സോ ബേക്കറിയോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ആ വീട്ടിൽ പ്രായമുള്ള ഉമ്മാർക്കും ഉപ്പാർക്കും കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സും മക്കൾക്ക് കഴിക്കാനുള്ള മിഠായിയും ഒക്കെ മേടിച്ചിട്ട് നമ്മളൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലും. അങ്ങനെ ചൊല്ലും. അത് ഹദിയയാണ്. കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണെന്ന് മഹാന്മാര് പഠിപ്പിച്ചു. അപ്പൊ കുടുംബക്കാർക്ക് നമ്മൾ ഹദിയ കൊടുക്കണം. അത് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണ്. അവരോട് നല്ല സ്നേഹം കാണിക്കണം. അതേ, നമ്മുടെ ജ്യേഷ്ഠന്റെ ഭാര്യ, നമ്മുടെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മക്കളോട് നമ്മൾ സ്നേഹം കാണിക്കണം. വഴിയിൽ നിന്ന് കണ്ടാലും സ്നേഹം കാണിക്കണം. എല്ലാ ഇടത്തു നിന്ന് കണ്ടാലും പരസ്പരം അവരോട് സ്നേഹം വേണം. വബിൽ ഔനി വൽ ഇആനതി അലൽ ഹാജാത്ത്, അവരെ സഹായിക്കേണ്ട സമയത്ത് നമ്മൾ സഹായിക്കണം. ജ്യേഷ്ഠന്റെ വീട്ടിലൊരു വിവാഹം നടക്കുകയാണ്. ആ വിവാഹം നടക്കുമ്പോ ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ല നമ്മൾ അവിടെ എത്തേണ്ടത്. തലേ ദിവസം തന്നെ നമ്മെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ എന്തെല്ലാം ഉണ്ടോ അത് ചെയ്തു കൊടുക്കലാണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞത്. ജ്യേഷ്ഠന്റെ മകളുടെ വിവാഹം നടക്കുകയാണ്. നാട്ടുകാരെ കെട്ടിച്ചപ്പോ 10 പവൻ കൊടുത്ത ഹാജിയാർക്ക് ജ്യേഷ്ഠന്റെ മകളെ കെട്ടിക്കുന്ന സമയത്ത് 1 പവന് പോലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് സ്വന്തം കുടുംബത്തിലെ പാവപ്പെട്ട പെൺമക്കളെ കെട്ടിക്കാനാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ടുള്ള സഹായങ്ങൾ അത് നമ്മുടെ നാട്ടുകാരെക്കാൾ നമ്മുടെ കുടുംബക്കാർക്കാണ് വേണ്ടത്. വാപ്പയുടെ വല്യാപ്പയുടെ ജ്യേഷ്ഠനുജന്മാരും അവരുടെ മക്കളും അകന്ന കുടുംബമായി പോയി എന്ന് വിചാരിക്കണ്ട. അവരിലേക്കും ഇതുപോലെ നമ്മൾ സഹകരിക്കുന്നവരാകണം. നല്ല നസീഹത്ത് കൊടുത്തിട്ട് കുടുംബബന്ധം ചേർക്കുന്നവരാകണം. തൊട്ടടുത്തുള്ള വീട്ടിൽ അമ്മായിയമ്മയും മരുമകളും നല്ല സ്റ്റണ്ട് കൂടുന്നുണ്ട്, വാക്ക് തർക്കമുണ്ട്. ജനല് തുറന്നിട്ട് മെല്ലെ അത് കേട്ട് രസിക്കുന്നതിന് പകരം അങ്ങോട്ട് ചെന്നിട്ട് 2 പേരുടെയും ഭാഗം ചേരാതെ നല്ല നസീഹത്ത് കൊടുത്ത് നന്നാക്കാനുള്ള ശ്രമം നടത്തണം. അത് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണ്. കുടുംബക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണ്, അത് തടയാനാണ് നമ്മൾ നോക്കേണ്ടത്. നേരെ മറിച്ച് കുടുംബക്കാരനോട് എന്തോ ഒരു വൈരാഗ്യമുണ്ട്, പിന്നെ അവന്റെ സ്ഥലം കച്ചവടം നോക്കാൻ വരുന്ന ആളെ മുടക്കി വിടുകയാണ്, അവന്റെ മകൾക്ക് വരുന്ന വിവാഹാലോചന തടഞ്ഞു വെക്കുകയാണ്, അവനെ ഇങ്ങോട്ട് പ്രയാസപ്പെടുത്താനുള്ള ശ്രമമാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആ
ബുദ്ധിമുട്ടുകളെ തടയാനാണ്. അവരോടൊന്നിച്ച് നമ്മൾ നല്ല നീതിപരമായിട്ട് അവിടെയും ഇവിടെയും പക്ഷം ചേരാത്ത രീതിയിൽ നല്ല പോലെ നിൽക്കൽ നമ്മുടെ ബാധ്യതയാണ്. പ്രസന്നമായ മുഖത്തോടെ അവരിലേക്ക് നമ്മൾ നോക്കണം. നല്ല മുഖത്തോടെ നോക്കണം. ചില ആളുകളെ മോന്ത കണ്ടാൽ തന്നെ ഇവനോട് പോകാൻ തോന്നില്ല. ഒരാൾ നമ്മളെ വീട്ടിലേക്ക് കടന്നു വരാൻ കുടുംബ ബന്ധം പുലർത്താൻ വേണ്ടി വരികയായിരിക്കും. പക്ഷെ നമ്മൾ പറയണത് എന്താ അറിയോ? ഓരോട് ശരി ഞാൻ ഇവിടെ അല്ല എന്ന് പറഞ്ഞേക്കാ ചങ്ങായി വരുന്നുണ്ട് എന്ന് പറയും അല്ലേ? നമ്മൾ ഭാര്യനോട് പറയുന്ന അർത്ഥാനാണ്. ഞാൻ ഇവിടെ അല്ല എന്ന് പറഞ്ഞേക്കാ ചങ്ങാതി വരുന്നുണ്ട്. ഓൻ കുടുംബ ബന്ധം പുലർത്താൻ വരുന്നതായിരിക്കും. ഇവിടെ കുടുംബ ബന്ധം മുറിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മുടെ അടുത്തുണ്ടാകാം. നമ്മുടെ മുഖം എപ്പോഴും പ്രസന്നമായിരിക്കും. ഒരാളെ കാണുമ്പോൾ മുഖം ചുളിച്ചാകെ കർപ്പിച്ച്, വേറെ ആളെ കാണുമ്പോൾ നല്ല സന്തോഷത്തില്. അങ്ങനല്ല, നമ്മളെല്ലാവരോടും നല്ല ശത്രുവിനോടടക്കം മിത്രമായി പെരുമാറണമെന്നല്ലേ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരോടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാകണം. പ്രത്യേകിച്ച് കുടുംബം എപ്പോഴും ഇടപഴകുന്ന ആളുകളായതുകൊണ്ട് ചില ഉരസലുകളൊക്കെ വരും. അത് അപ്പ തീർക്കണം, പിന്നെ നാളത്തേക്ക് അത് വെക്കാൻ പാടില്ല. അതുകൊണ്ട് കുടുംബക്കാരോട് എല്ലാവരോടും നല്ല മുഖപ്രസന്നതയോടെ നമ്മൾ പെരുമാറൽ അത് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അവരോട് നീതി പുലർത്തണം. അവർക്ക് വേണ്ട നമ്മുടെ ബാധ്യതകളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യലും നമ്മുടെ ബാധ്യതയാണ്. ഞാൻ എൻ്റെ ബാപ്പാക്ക് ദുആ ചെയ്യുന്നത് പോലെ, ഞാൻ എൻ്റെ ഉമ്മാക്ക് ദുആ ചെയ്യുന്നത് പോലെ, എൻ്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ എൻ്റെ മൂത്താപ്പാക്കും അവരുടെ മക്കൾക്കും ദുആ ചെയ്യുന്നവനാകണം. സുഖമില്ലാതെ എൻ്റെ വല്യാപ്പയുടെ അനുജൻ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ദുആ ചെയ്യണം. ഇങ്ങനെ എൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതും അതേ കുടുംബബന്ധം പുലർത്തുന്നതിന്റെ ഭാഗമാണ്. അവരുടെ അവസ്ഥകളെ അന്വേഷിക്കുന്നവരാകണം. അതേ സുഖമില്ലാതെ കിടക്കുന്ന ആളുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കണം, അവർക്ക് ആശ്വാസം നൽകണം, അവരുടെ വിവരങ്ങളൊന്ന് അന്വേഷിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുടുംബബന്ധം പുലർത്തുന്നവരാകുന്നത്. കുടുംബക്കാരെ അവര് വിവരങ്ങളൊക്കെ അന്വേഷിക്കുക. ആരെങ്കിലും മരിക്കാൻ നിൽക്കേണ്ട കുടുംബക്കാരെ വീട്ടിൽ പോകാൻ. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവരൊക്കെ പോയിട്ടൊന്ന് കണ്ട്, പോകാൻ പറ്റിയില്ലെങ്കിൽ ഫോണൊക്കെ ഒന്ന് വിളിച്ചൊഴിഞ്ഞിരിക്കുമ്പോ ആ നമ്പറൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കുറെ കാലമല്ല വിളിച്ചിട്ട് അവരെല്ലാം നമ്പറിലേക്കൊക്കെ ഒന്ന് വിളിക്കുക. അപ്പൊ കുടുംബബന്ധം പുലർത്താൻ ഇത് കൂലി കിട്ടുന്ന കാര്യമാണ്. ഇത് കുടുംബബന്ധം ചേർക്കലാണ്. മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ് ഇങ്ങനെയൊക്കെയാണ് കുടുംബബന്ധം ചേർക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ അകന്നുപോയ ബന്ധങ്ങളുണ്ടാവും. ചിലപ്പോൾ വല്യാപ്പന്മാരൊക്കെ മരിച്ചുപോയ പിന്നെ ആ വക ബന്ധങ്ങളൊക്കെ അങ്ങ് വിട്ടു പോകും. പേരമക്കൾക്ക് പിന്നെ ആരാണ് വല്യാപ്പാന്റെ ഉപ്പ ആരായിരുന്നു, അവരഞ്ചന്മാരായിരുന്നു, അവരുടെ മക്കൾ ആരായിരുന്നു എന്നൊന്നും പുതിയ തലമുറക്ക് അറിയില്ല. ആ തലമുറക്ക് പരിചയപ്പെടാനും കൂടെ നമ്മൾ അവരെയും കൂട്ടിയിട്ട് ആ കുടുംബങ്ങളെ വീട്ടിലൊക്കെ പോകും. നമ്മൾ പോകും, ഞാൻ പോകാറുണ്ട് എന്നൊക്കെ പറയും നമ്മൾ. പക്ഷെ നമ്മൾ മാത്രം പോയാൽ പോരാ, ഭാര്യയെ കൂട്ടണം, മക്കളെ കൂട്ടണം, എല്ലാവരെയും കൂട്ടിയിട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഈ കാക്ക നമ്മളെ കുടുംബക്കാരനായിരുന്നു, ഇയാളെ ഇടക്കൊക്കെ റോട്ടിൽ നിന്ന് കാണാറുണ്ട്, ഇങ്ങനെ ബന്ധമുള്ളത് ഇപ്പോൾ അറിയുന്നത്. ആ ബന്ധം നമ്മൾ അറിയിക്കണമെന്നുണ്ട്. നമ്മൾ ഒറ്റക്ക് പോയാൽ പോരാ, കുടുംബങ്ങളൊക്കെ കൂട്ടി പെരുന്നാൾ വന്നാൽ ആ പെരുന്നാളിന്റെ ലീവില് നമ്മളെ കുടുംബങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാം. ഗൾഫുകാർ വന്നാലും അവർക്കൊരു സ്വഭാവം ഉണ്ട്, എല്ലാ വീടുകളിലൊക്കെ ഒന്ന് കറങ്ങും, എല്ലാ വീടുകളിലും കറങ്ങും. ഓല് വരുമ്പോ കറങ്ങാൻ വേണ്ടി വരുമ്പോ ചോദിക്കരുത് ദയവ് ചെയ്തിട്ട് എന്നാ പോണെന്ന് ചോദിക്കരുത്. ഗൾഫുകാരൻ വന്നാൽ ഉടനെ തിരിച്ചുള്ള ചോദ്യമാണ് എന്നാ പോവാ, അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, എന്നെ വന്നു ഇനി എന്നാ പോണെന്ന് ചോദിക്കും. ആ ചോദ്യം അവർക്ക് കേട്ടൂടാ, അത്ര ദേഷ്യമാണ് പ്രവാസികൾക്ക്. അങ്ങനെ ചോദിക്കാൻ പാടില്ല അവരോട്, എന്നാ പോകുന്നു ചോദിക്കരുത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളുടെ വല്യാപ്പന്മാര് വഴിയുള്ള അകന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അവിടേക്ക് ഒരു സന്ദർശനം നടത്തുക, അത് കുടുംബബന്ധം പുലർത്തുന്നതിന്റെ ഭാഗമാണെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, ഈ വക പ്രവർത്തനങ്ങൾ നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി നമ്മിൽ നിന്നുണ്ടാകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നാൽ സ്വതക്ക കൊടുക്കുന്നത് കുടുംബത്തിനാകണമെന്ന് പറഞ്ഞില്ലേ?
സ്വതക്ക കൊടുക്കുന്നത് കുടുംബത്തിനാകണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരിൽ നിന്ന് അവരുടെ ഭാര്യയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ അതേ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയാണ്. യാ നബിയല്ലാഹ്, അല്ലയോ നബിയേ, ഞാൻ സ്വതക്ക കൊടുക്കുന്ന പെണ്ണാണ്. അങ്ങ് സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ എന്റെ അടുക്കൽ ഒരു ആഭരണമുണ്ടായിരുന്നു നബിയെ. ആ ആഭരണം ഞാൻ അഴിച്ച് സ്വതക്ക കൊടുക്കുകയാണ്. അങ്ങനെ സ്വതക്ക കൊടുക്കാൻ വേണ്ടി നിന്നപ്പോ അതേ ഫസഅമ ഇബ്നു മസ്ഊദ്, എന്റെ ഭർത്താവായ ഇബ്നു മസ്ഊദ് എന്നോട് പറഞ്ഞു, സ്വതക്ക നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാര്യയോട് പറയാണ്, ഭാര്യ ആഭരണം വാങ്ങി എടുത്തിട്ട് സ്വതക്ക ചെയ്യുമ്പോ ഭർത്താവ് പറയാണ് കുടുംബക്കാരനാണ് സ്വതക്ക കൊടുക്കേണ്ടത്, അതുകൊണ്ട് ഭർത്താവിനും മക്കൾക്കുമാണ് നിന്റെ സ്വർണം സ്വതക്ക ചെയ്യേണ്ടത്. അഹഖ്ഖു മിൻ തസദ്ദഖത ബിഹി അലൈഹിം, നബിയേ ഇങ്ങനെയാണ് എന്റെ ഭർത്താവ് ഇബ്നു മസ്ഊദ് പറഞ്ഞത്, അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോ ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വദഖ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് പറഞ്ഞത് സത്യമാണ് മോളെ. സൗജുകി വവലദുകി അഹഖ്ഖു മിൻ തസദ്ദഖത ബിഹി അലൈഹിം, നീ സ്വദഖ ചെയ്യുന്നതിൽ ഏറ്റവും അർഹരും ഉത്തമരുമായത് നിന്റെ കുടുംബക്കാരാണ്, നിന്റെ ഭർത്താവും നിന്റെ മക്കളുമാണെന്ന് ഹബീബ് മുത്തു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭാര്യമാരെ എന്താ വളയും മാലിയും പോയിട്ട് തന്നെ ചോദിക്കണ്ട. സ്വതക്ക കൊടുക്കാൻ ഏറ്റവും ഉത്തമ പെണ്ണുങ്ങളോട് പറഞ്ഞതാണ്. അത് ഞാൻ അവിടെ പറഞ്ഞോണ്ട് നിങ്ങൾ എന്താണെന്നറിയോ, ഭാര്യക്ക് ഒരു 500 രൂപയെങ്കിലും കൊടുത്തവരുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കേണ്ടത്. ഭാര്യക്ക് പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റണമല്ല, അത് വേറെ. നമ്മളെ പോക്കറ്റിൽ വെച്ചത് ചിലപ്പോ കാണൂല, അത് വേറെ. ഭാര്യക്ക് കണ്ടറിഞ്ഞ് നമ്മൾ പറയാം ഓൾക്ക് ആവശ്യമുള്ളൊക്കെ അവർ എടുക്കണ്ടല്ലോ. ഞാൻ നാളെ പെണ്ണുങ്ങളോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഭാര്യ ഭർത്താക്കന്മാരെ പോക്കറ്റൊന്നും ഇപ്പൊ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ കയ്യിലിരിപ്പുണ്ടാന്നു. കാരണം നമുക്കറിയാം ഇതെത്ര പോകും. അപ്പൊ അതുകൊണ്ട് ഭാര്യക്ക് ഒരു 500 രൂപ, ഒരു 500 രൂപ നമ്മൾ ഭാര്യ അങ്ങനെ ചെയ്തിരുന്നില്ല അങ്ങനെ ചെയ്തിരുന്നില്ല ഒക്കെ പരാതികൾ ഉണ്ടാവും. ഒരു 500 രൂപ മനസ്സറിഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ലാതെ നമ്മൾ എക്സ്ട്രാ കൊടുക്കാൻ എത്ര ആള് സന്മനസ് കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കണം. ഈ റമദാൻ മാസം ഭാര്യ എനിക്കൊരു പർദ്ദ വേണം, അല്ല എനിക്ക് ഇന്ന കാര്യം ആവശ്യമുണ്ട് ചോദിക്കുമ്പോ നമ്മൾ ക്യാഷ് എടുത്ത് കൊടുക്കുക എന്നല്ലാതെ ഈ റമദാൻ മാസമാണല്ലോ ഇത് എന്റെ നിനക്ക് സ്വതക്കയാണെന്ന് പറഞ്ഞിട്ട് ഒരു 500 രൂപ കൊടുത്ത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധം നിങ്ങൾ നോക്ക്. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ കൊടുത്തു നോക്ക്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇത് എന്റെ വക. ഇന്ന് ജുമാന്റെ ശേഷം വയലു പറഞ്ഞുകൊണ്ടുള്ള പ്രതിഫലാണ് ഇത്. ഞാൻ എന്റെ നിങ്ങൾ ഭാര്യക്ക് കൊടുത്തു നോക്ക്. കൊടുത്തിട്ട് നിങ്ങൾ റിസൾട്ട് പറയും. നിങ്ങളൊരു 500 രൂപ എടുത്തിട്ട് ഭാര്യക്ക് കൊടുക്കുക. ഇന്നത്തെ വയലിൽ കേട്ടത് എന്താണ്? സ്വതക്ക കൊടുക്കാൻ ഏറ്റവും അർഹരായത് കുടുംബമാണ്. ആ കുടുംബത്തിൽ തന്നെ ഏറ്റവും അടുത്തവരാണ്. ഞാൻ എന്റെ ഭാര്യക്ക് ഇതാ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഭാര്യക്ക് നിങ്ങൾ 500 രൂപ കൊടു. നിങ്ങളെ ഉമ്മ ഉണ്ടാകും, വയസ്സായി പ്രായം എത്തിയിട്ടിരിക്കുന്നുണ്ട്. ആ ഉമ്മാക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ബാധ്യതകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എക്സ്ട്രാ കൊടുത്തു നോക്ക്. ആ ഉമ്മാന്റെ കൽബ് തട്ടിയിട്ടൊരു ദ്വാ ഉണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ആ ഒരൊറ്റ പറച്ചിലുണ്ട്, അത് കിട്ടിയ രക്ഷപ്പെട്ടു. ഞാൻ ഈ കൊറോണ കഴിഞ്ഞിട്ട് എന്റെ ആദ്യത്തെ പ്രഭാഷണം കഴിഞ്ഞിട്ട് വീട്ടിലേക്കാണ് ചെന്നത്. ഉമ്മാനോട് ഞാൻ പറഞ്ഞു, ഉമ്മ കിട്ടിയ പൈസ അങ്ങനെ ഉമ്മാന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൊറോണ കാലം കുറെ ഇടവേള ഉണ്ടായല്ലോ, പ്രഭാഷണങ്ങളൊന്നും ഉണ്ടായില്ല. ഉമ്മ ഇതാ വയല് പറഞ്ഞിട്ട് ഈ കൊറോണ കേസുള്ള വയൽ പറഞ്ഞ ആദ്യമായിട്ടുള്ള പൈസ ഇത് ഉമ്മാക്ക്. എന്റെ ഉമ്മ ഇവിടുന്ന് കൽബ് തുറന്നിട്ട് ദ്വാ ദ്വാർന്നിട്ടുണ്ട്. അതായിരിക്കും അള്ളാഹു ഇങ്ങനെയൊക്കെ നിഅമത്ത് ചെയ്യുന്നത്. അതാണ് നമുക്കത് കിട്ടണം. അതാണ് നമുക്ക് വേണ്ടത്. ആ കൽബിൽ നിന്നുള്ള ദുആ വേണം. എന്റെ കുട്ടീനെ എവിടെയും കുടിക്കരുതേ എന്ന് പറഞ്ഞാൽ അത് മതി. ആ ഉമ്മമാര് പലരും ഖബറിൽ ഉള്ളവരുണ്ട്. അള്ളാഹു എന്നെ അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുടുംബ ബന്ധം ചേർക്കേണ്ടത്. നമ്മളെ കയ്യിൽ അല്പം പണവും പത്രാസൊക്കെ ആകുമ്പോ ഉമ്മാനെയും ബാപ്പാനെയും വിലയില്ലാതാകുക, നമ്മളെ കുടുംബക്കാരെ ഒന്നും വിലയില്ലാതാകുക. ഞാനിപ്പോ അത്യാവശ്യമൊക്കെ ആളുകളുടെ ഇടയിലൊക്കെ ഒരു ഹാൻഡിലുള്ള ആളാണ്. ചിലർ അങ്ങനെ ഉണ്ടാവും. ബാപ്പാന്റെ പേരിൽ അറിയപ്പെടുന്ന മക്കളുണ്ടാവും, മക്കളെ കൊണ്ട് അറിയപ്പെടുന്ന ബാപ്പമാരുണ്ടാവും. 2 രീതിയിലുണ്ടാവും, അറിയപ്പെടും. പല രീതിയിൽ അറിയപ്പെടുമല്ലോ. ചില ആളുകൾ ബാപ്പാരെ അത് ഇന്ന ആളെ മോനാന്ന് പറഞ്ഞാലേ തിരിയുള്ളൂ.
ചില ആളുകളോ അത് ഇന്ന ആളെ വാപ്പയെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. രണ്ട് രീതിയിലും അള്ളാഹു പല രീതിയിലും നിഅമത്ത് നൽകും. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരിക്കാൻ പാടില്ല. എന്നെ കൊണ്ട് എന്റെ വാപ്പ അറിയപ്പെട്ടാലും എന്റെ വാപ്പാനോടുള്ള ബഹുമാനം ഞാൻ മിസ്സാക്കി കളയാൻ പാടില്ല. കാരണം എനിക്കെന്തെങ്കിലും വളർച്ച ഉണ്ടെങ്കിൽ എന്റെ വാപ്പാന്റെ ദുആ കൊണ്ടായിരിക്കണം, എന്റെ ഉമ്മാന്റെ ദുആ കൊണ്ടായിരിക്കണം നമ്മളൊക്കെ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മളെ കുടുംബം ഭദ്രമാവുകയുള്ളൂ, ആ കുടുംബത്തിൽ ഖൈർ ഉണ്ടാവുകയുള്ളൂ, ഐക്യമുണ്ടാവുകയുള്ളൂ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, നിങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ അത് കുടുംബത്തിൽ കൊടുക്കണം. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രതിഫലം നിങ്ങൾക്ക് അതിനുണ്ട്. മറ്റുള്ളവരിലേക്ക് കൊടുക്കണ്ട എന്നല്ല, കൊടുക്കുന്നതിൽ ഏറ്റവും ഉത്തമമുള്ളത് അതാണ് എന്ന് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തെ പറ്റി പറയുമ്പോൾ ഇത് കുടുംബബന്ധം ചേർക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആ കുടുംബത്തിലുള്ള പ്രധാന കണ്ണികളാണ് ഉമ്മയും ബാപ്പയും. ആ ഉമ്മാനെയും ബാപ്പാനെയും പരിഗണിക്കാതെ എത്രയോ കുടുംബങ്ങൾ ഇന്ന് വിവാഹബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഡിവോഴ്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് നിക്കാഹ് ചെയ്തെന്ന് പറയും, പിന്നെ അടുത്ത കേസ് എന്താണ്, അടുത്ത പേപ്പർ എന്താണ്, ഇതാണ് ത്വലാഖിന്റെ കത്താണ്. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങളെല്ലാം മാറിയിരിക്കും. അത് എനിക്ക് തോന്നുന്നത് ഈ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാർക്കും ചെറിയൊരു ധാരണ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാണ്. കാരണം ഇപ്പൊ ഈ ഇടക്കാലത്തായിട്ട് നിക്കാഹിന് പോകുന്ന സ്ഥലത്തൊക്കെ മഹർ വളരെ കുറച്ചുള്ളൂ. ആദ്യമൊക്കെ നമ്മൾ 4 പവന്റെ മാല അല്ലെങ്കിൽ 3 പവന്റെ മാല 5 പവന്റെ മാല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ, വേറെ അവിടുന്ന് കടം മേടിക്കാതെ അധ്വാനിച്ച് തന്നെ ആകണം മഹർ കൊടുക്കുന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. മുമ്പ് ഞാനൊരു സ്ഥലത്ത് നിക്കാഹ് ചെന്നപ്പോ അവനോട് ചോദിച്ചു മഹർ എത്രയാണ്. അപ്പൊ അവന് പേഴ്സ് ഇങ്ങനെ എടുത്തിട്ട് പേഴ്സിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ലോക്കറ്റ് ഇങ്ങനെ എടുത്ത് ഇതാ മഹർ. അപ്പൊ എന്താണ് ഇതിന്റെ, ഞാൻ ആദ്യം മനസ്സിലാക്കിയ ചില പള്ളി കമ്മിറ്റികളൊക്കെ ഉണ്ട്, എത്രയാണ് മഹർ അതിന്റെ എത്ര ശതമാനം പള്ളിയിലേക്ക് അടക്കണം എന്നുണ്ടാവും. ചില കമ്മിറ്റി പള്ളികളിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒന്നും അങ്ങനെയല്ലല്ലോ അല്ലെ, ഇവിടെയൊക്കെ സാധാരണ ഒരു ഇതുള്ളൂ. അപ്പോ ചില സ്ഥലങ്ങളിൽ അങ്ങനെ അത് ഭയന്നിട്ടാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, ഇവരെ ഉള്ളിൽ തന്നെ ഒരു ധാരണ ഉണ്ട്. എന്താണെന്നറിയോ, നിക്കാഹ് കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാര് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ത്വലാഖ് ചെല്ലുമ്പോ മഹർ തിരിച്ചു കിട്ടൂല. ബന്ധപ്പെടുന്നതിന്റെ മുമ്പാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് വേർപിരിയുന്നത് എങ്കിൽ മഹറിന്റെ പകുതി തിരിച്ചു കിട്ടും. അപ്പൊ ഇപ്പം മനസ്സിലാക്കുന്നത് നീ പോയാലും ഒരു ലോക്കറ്റല്ലേ പോകുള്ളൂ എന്നുള്ള നിലക്കായിരിക്കും ഈ കൂടുതലൊന്നും മഹർ കൊടുക്കാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ചില ആളുകൾ ഖുർആന്റെ പിന്നാലെ കൂടി ഖുർആനിന് മഹർ കൊടുക്കുക, ഖുർആൻ മഹർ കൊടുക്കുക ഭയങ്കര സംഭവമാക്കിയിട്ട് ഖുർആൻ മഹർ കൊടുക്കണ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നിക്കാഹ് നടത്തി, 400 ദിർഹം 500 ദിർഹം ഇങ്ങനെയാണ് കിതാബുകളിൽ ഇങ്ങനെ കാണുന്നത്. ഖുർആൻ കൊടുത്തൊന്നും എവിടെയും കാണാനില്ല. അപ്പൊ ഈ ബിരുദന്മാരെന്താണ്, ഇനിയിപ്പോ നിക്കാഹിച്ച് പോയാൽ ഒരു ഖുർആനില്ല. ഓർക്ക് ഖുർആൻ എന്ത് വില, ഒരു വില നിശ്ചയിക്കുന്ന സംഗതി മഹർ കൊടുത്താൽ നിക്കാഹും ഒക്കെയാണ്. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോ ഖുർആൻ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോ, നിങ്ങൾ അധ്വാനിച്ചിട്ട് ഇതിനൊക്കെ കഴിവുണ്ടെങ്കിൽ പണിക്ക് നിന്നാൽ മതി എന്നാണല്ലോ അല്ലെ. മഹർ കൊടുക്കാനും മഹർ കൊടുക്കാൻ തന്നെ കഴിയില്ല, അതൊക്കെ ഖുർആൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്കി പെണ്ണിനെ പോറ്റാൻ എത്ര പണിയുണ്ട്, ഇനി എന്തെല്ലാം വരാനുണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു ഖുർആന് മാത്രം, ഖുർആൻ 313 രൂപ എടുത്ത് ഖുർആൻ കിട്ടും. ഒരാൾ ഉംറക്ക് പോയി എന്ന് അവിടുന്ന് ആ ഖുർആൻ പ്രസ് ഫ്രീ ആയിട്ട് ഒരു ഖുർആൻ കിട്ടും. ഖുർആന് ബഹുമതിയുണ്ട്, അതിന് വിലയുണ്ട്. പക്ഷേ ഈ കൊടുക്കണോണ്ട മനസ്സിൽ വില ഉണ്ടോന്നാണ്. ഈ ആ ഖുർആൻ കൊടുത്തു, ആ ഖുർആൻ കൊടുത്താൽ തന്നെ എന്താണ്, ഇനി ആ പെണ്ണിനെ വേർപിരിയാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു മസല, എന്ത് ബന്ധപ്പെടുന്നതിന് മുമ്പാണ് വേർപിരിയുന്നുണ്ടെങ്കിൽ പകുതി മഹർ തിരിച്ചു കൊടുക്കണം. ഖുർആൻ മുറിച്ചു കൊടുക്കും. ഇവൻ എന്ത് ഖുർആൻ എന്ത് മുറിച്ചു കൊടുക്കണം, അത് പോണ പോട്ടെന്നേ ബലം മനസ്സിലുള്ളൂ. അതുകൊണ്ട് അത്തരം ഒരു ഖുർആനിനെ ബഹുമാനം കളയലെന്ന് എന്റെ അഭിപ്രായത്തിൽ. അത് കഴിഞ്ഞുപോയ മഹാന്മാരിൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ളവരിലൊന്നും നിക്കാഹ് ചെയ്ത് ഖുർആൻ വെച്ച് കാണുന്നില്ല. അവരൊക്കെ നല്ല പണം കൊടുത്ത്, ആയിഷ ബീവിയെ നിക്കാഹ് ചെയ്തപ്പോ എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പണം കൊടുത്തത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നിക്കാഹ് ചെയ്തു, എവിടെ ഖുർആൻ കൊടുത്തത്, ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കും നമ്മൾ. എന്നാൽ എവിടെ ഈ ഖുർആൻ കൊടുത്തത്, എവിടെ ഹദീസിലുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഖുർആൻ കൊടുത്തത് എവിടെയുണ്ട്? എന്നാൽ ഖുർആൻ കൊടുത്തത് ആരെങ്കിലും കൊടുത്തു എന്ന് വിചാരിച്ച് അത് തെറ്റാണെന്നോ നിക്കാഹ് സ്വഹീഹാവുകയില്ല എന്നൊന്നുമില്ല. സമന് വില കൽപ്പിക്കുന്ന ഒരു സാധനമായാൽ മതി മഹർ എന്നാണ് മസലയുള്ളത്. പക്ഷേ നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇനി പോയാലേ നമ്മളെ തലമുറയിൽ ഖുർആന്റെ ചട്ട മാത്രം കൊടുക്കും, അങ്ങനത്തെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ ആ ഒരു വഴി കാണിക്കാൻ പാടില്ല.
നമ്മൾ ഇത്ര കാലം നമ്മുടെ കാരണവന്മാര് കാണിച്ച ആ വഴിയിലാണ് സഞ്ചരിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് തകരുകയാണ്. ഒരു വീട്ടിലേക്ക് ഒരു പുതിയ പെണ്ണിനെ കൊണ്ടുവന്നു. ആ പെണ്ണ് പഠിച്ചിട്ടുണ്ടാകും, അവള് ജോലി ഉണ്ടാകും, എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിന് പിന്നെ അമ്മോശാക്കാനെ വിലയില്ല, അമ്മായിമാനെ വിലയില്ല, സ്വന്തം ഭർത്താവിനെയും വിലയില്ല. ഇവനിങ്ങനെ വെറുതെ ഒരു പോസ്റ്റ് ആയിട്ട് വീട്ടിൽ നിൽക്കുകയാണ്. കാരണം ഇവനെക്കാളും വലിയ ശമ്പളം വാങ്ങുന്നുണ്ട് അവൾ എങ്ങനെ പഠിച്ചു, എങ്ങനെ പഠിപ്പിച്ചു, ആര് പഠിപ്പിച്ചു, ഒന്നും ചിന്തിക്കുന്നില്ല. എന്താണിത് വരാൻ കാരണം? ഉമ്മയുടെ സ്ഥാനത്താണ് ഭർത്താവിന്റെ ഉമ്മ എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്, ഉപ്പയുടെ സ്ഥാനത്താണ് ഭർത്താവിന്റെ ഉപ്പ എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മളും അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയോട് പെരുമാറേണ്ട കുറെ വിഷയങ്ങളുണ്ട്, അറിയേണ്ടതുണ്ട്. അതെന്താണ്? ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൻ ലഹുന്ന. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 187-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഹുന്ന ലിബാസുൽ ലക്കും, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വസ്ത്രമാണ്. വേറെ എന്തൊക്കെ ഉപയോഗിക്കണ്ടായിരുന്നു അള്ളാഹു ഖുർആനിൽ? പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ വസ്ത്രമാണ്. വഅൻതും ലിബാസുൽ ലഹുൻ, നിങ്ങൾ പെണ്ണുങ്ങളെയും വസ്ത്രമാണ്. ഖുർആൻ അങ്ങനെ പരിചയപ്പെടുത്തി. എന്താണ് ആ വസ്ത്രം എന്ന് അവിടെ ഉപയോഗിക്കാനുള്ള കാരണം? ഖുർആനിൽ എന്താണ്? വസ്ത്രമാണ്. വേറെ എന്തല്ലാണ്ട് പെണ്ണുങ്ങൾ നിങ്ങളെ കൽബിന്റെ കരളാണ്, തേനാണ്, പാലാണ് എന്നൊക്കെ പറയുന്നു ഖുർആന്. പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഹുന്ന ലിബാസുൻ, നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വസ്ത്രാണ്. എന്തേ അതിന് കാരണം? വസ്ത്രത്തിന്റെ ദൗത്യം എന്താണ്? ഒന്നാമതായിട്ട് ഐബ് മറച്ചു വെക്കലാണ്. ഒരു വസ്ത്രം, നിന്റെ വസ്ത്രം ഞാൻ ധരിച്ചത് എന്റെ ഉള്ളിലുള്ള നഗ്നത മറക്കാനാണ്. അതെ, ഞാൻ ജനങ്ങൾ അറിയുന്ന ഒരു കാര്യം മറച്ചു വെക്കാനാണ് ഞാൻ വസ്ത്രം ധരിച്ചത്. ജനങ്ങൾ അറിയുന്നതിനെ പേടിക്കുന്ന ഒരു കാര്യം മറക്കാനാണ് ഞാൻ വസ്ത്രം ധരിച്ചത്. എന്റെ നഗ്നത മറക്കാനാണ്. എന്നാൽ ഒരു ആണിന്റെ കൂടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഔട്ട് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാനാണ്. ഭാര്യയുടെ രഹസ്യങ്ങളെ ഭർത്താവ് ഔട്ട് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാനാണ്. ഭർത്താവിന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോഴേക്ക് ഭാര്യ ഫോൺ എടുത്ത് വിളിക്കുകയാണ് സ്വന്തം വീട്ടിലേക്ക്, എന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോകാമെന്നോ, ഞാനിവിടെ മാറ്റി റെഡിയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിന്റെ വീട്ടിലുള്ള രഹസ്യങ്ങൾ അവിടെ പോയി പറയാൻ പാടില്ല, അവിടത്തെ രഹസ്യങ്ങൾ ഇവിടെ പറയാൻ പാടില്ല, കിടപ്പറയിലെ രഹസ്യങ്ങൾ കൂട്ടുകാരോട് പങ്കുവെക്കാൻ പാടില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. വസ്ത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂനതകളെ മറച്ചു വെക്കണം. തന്റെ ഭാര്യന്റെ ന്യൂനത കൂട്ടുകാരടിയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ വളമ്പല്ല, എത്ര വലിയ മോശത്തിനാണ്. തന്റെ ഭർത്താവിന്റെ മോശത്തിന് അപ്പുറത്തും വളമ്പാൻ പാടില്ല. അതല്ലേ വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത്? അതൊരു വസ്ത്രമായതുകൊണ്ട് തന്നെ ഒരു വസ്ത്രത്തിൽ ചെറിയൊരു അഴുക്കായാൽ നമ്മൾ എന്താ ചെയ്യാ? ചെറിയൊരു അഴുക്കായാലും ചെറിയ നിലക്ക് ആദ്യം ഒന്ന് കഴുകി നോക്കും, അല്ലേ? അതാണ് ഖുർആൻ പറഞ്ഞത്, വസ്ത്രം പോലെ ആയതുകൊണ്ട് വഅലുഹുന്ന, നല്ല വഅല് പറഞ്ഞു കൊടുക്കുക. നല്ല നിലക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും മോശത്തരം ഭാര്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാക്കി. എന്നിട്ടുമില്ലെങ്കിലോ വസ്ത്രത്തിൽ ഒന്നും കൂടി കടുപ്പം കൂടിയ ചളിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു ദിവസം കുറച്ചേരെ ഒരു 3-4 മണിക്കൂർ സോപ്പ് പൊടിയിലിട്ടു, അല്ലേ? അതാണ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. പെണ്ണുങ്ങൾ പറഞ്ഞത്, നിങ്ങൾ വയല് പറഞ്ഞിട്ട് നന്നാകുന്നില്ലെങ്കിൽ വസ്ത്രം പോലെയാണ്. നിങ്ങൾ ആ വസ്ത്രം സാധാ ചെറിയൊരു ചളിയാണെങ്കിൽ അത് കഴുകി അങ്ങ് പോകും, അത് വയല് പറഞ്ഞെടുത്താൽ ശരിയാകും പെണ്ണ്. എന്നാൽ ആ വയല് പറഞ്ഞിട്ട് ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വസ്ത്രം ഒന്നുകൂടിയും സ്ട്രോങ് ഉള്ള ചളിയാണെങ്കിൽ സോപ്പ് പൊടിയിലിടും. സോപ്പ് പൊടിയിലിടുന്നത് പോലെ ആ പെണ്ണിന് വഹ്ജറൂഹുന്ന, നിങ്ങൾ കിടപ്പറയിൽ നിന്നൊന്ന് മാറ്റി ചെറിയൊരു പണിഷ്മെന്റ്, കുറച്ചു കാലം ഒന്ന് മാറ്റിക്കെട്ട് സോപ്പ് പൊടിയിലിടുക, എന്നിട്ട് നന്നാവോ നോക്കുക. എന്നിട്ടും നന്നാകുന്നില്ല എങ്കിലാണ് ഫഹ്ജറൂഹുന്ന, അത് മുറിവേൽക്കാത്ത രീതിയിൽ നിങ്ങൾ അടിക്കണം എന്ന് പറഞ്ഞാൽ അടിക്കാതിരിക്കാനാണ്. അടിക്കാൻ വേണ്ടിയല്ല ഖുർആൻ അടിക്കണം എന്ന് പറഞ്ഞത്, ഇസ്ലാം അടിക്കണം എന്ന് പറഞ്ഞത് അടിക്കാതിരിക്കാനാണ്, പേടിപ്പിക്കാനാണ്. നമ്മൾ സോപ്പ് പൊടിയിൽ ഇട്ടിട്ടും ഒന്ന് കല്ലുമ്മ കുത്തി തിരുമ്പൂലേ, അലക്കൂലേ, അതുപോലെ അതാണ് പറഞ്ഞത്. പക്ഷേ അത് പെണ്ണിന് അടിക്കാൻ പാടില്ല കേട്ടോ. പെണ്ണിനെ അടിക്കാനല്ല അടിക്കണം എന്ന് പറഞ്ഞത്. അതെന്തിനാന്നറിയോ? പെണ്ണുങ്ങൾക്ക് ഒരു പേടി, അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വില പോയി. നിങ്ങളെന്താ വിചാരിച്ചേ? അടിച്ച വില പോയി, ഇതുള്ളൂ ഇത്ര ഉള്ളൂ വിചാരിച്ചു. അടിക്കരുതാ, ഒന്ന് കിട്ടും ചേർന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. കൊടുത്തു കഴിഞ്ഞാലോ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, ഖലാസ്. എത്ര കണ്ടതാന്ന് പറയും പെണ്ണുങ്ങട്ട്. ഞാൻ ഒന്നാണ് തരുന്നാണല്ലോ, എത്ര കണ്ടതാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അടിക്കാൻ പാടില്ല പെണ്ണിനെ.
നമ്മൾ നല്ല നിലക്ക് ഉപദേശം കൊടുക്കണം. അപ്പൊ കുടുംബത്തിൽ പെണ്ണാണ്, പെണ്ണിന്റെ അടുത്ത് ഒരുപാട് പോരായ്മ വരും. ആണിന്റെ പോലെയല്ലോ, ആണിന്റെ അത്ര ഒരു നിലക്കും പെണ്ണിന് കഴിവില്ല. അതുകൊണ്ട് ആണിന്റെ പോലെ ബുദ്ധിയും അത് ആണിന്റെ പോലെ പക്വതയും ആണിന്റെ പോലെ തന്നെ ധീരതയും ഒന്നും ചിലപ്പോൾ പെണ്ണിനുണ്ടാകൂല. പോരായ്മകൾ ഒരുപാട് ഉണ്ടാകും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എല്ലാം കൂടുതലുള്ള നമ്മൾ ക്ഷമയും കൂടെ കൂടുതലുള്ള ആളുകളായി മാറുക എന്നുള്ളതാണ്. വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, നല്ല രീതിയിൽ മര്യാദയോടെ നമ്മൾ ഭാര്യമാരോട് പെരുമാറണം. നിങ്ങൾ നോക്കൂ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, മൻ സ്വബറ അലാ സൂഇ ഖുലുഖി ഇംറഅതിഹി, നിങ്ങളുടെ പെണ്ണിന്റെ മോശം സ്വഭാവം കൊണ്ട് ഒരാൾ ക്ഷമിച്ചാൽ, അഅതാഹുല്ലാഹു മിനൽ അജ്രി മിസ്ല മാ ഉതിയ അയ്യൂബ് അലാ ബലാഇഹി, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല വലിയ പരീക്ഷണം കൊടുത്ത് അസുഖം നൽകിയല്ലോ, അതുപോലെ അതിന് അയ്യൂബ് അലൈഹിസ്സലാം ക്ഷമിച്ചതിന്റെ ഒരു പ്രതിഫലം നിങ്ങളുടെ ഭാര്യയുടെ സ്വഭാവം മോശമായതിന്റെ പേരിൽ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് നൽകുമെന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സബറത അലാ സൂഇ ഖുലുഖി സൗജിഹാ അതാഹ അല്ലാഹു മിസ്ല സവാബി ആസിയത ഇംറഅതു ഫിർഔൻ. എന്നാൽ നമ്മുടെ ഭാര്യ ഭർത്താവിന്റെ മോശം സ്വഭാവം കൊണ്ട് ഭാര്യയും ക്ഷമിച്ചാൽ ആ ഭാര്യക്ക് ആസിയ ബീവിയുടെ പ്രതിഫലം കൊടുക്കുമെന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹ്. മിക്കവാറും അയ്യൂബ് നബിന്റെ ആസിയ ബീവിന്റെ പ്രതിഫലം നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് ജീവിക്കുന്നുണ്ട്. ഭാര്യന്റെ ഒരു മോശ സ്വഭാവം ക്ഷമിച്ചുകൊണ്ട് നമ്മൾ ആ ഭാര്യയെ പൊരുത്തപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് ഈ പ്രതിഫലമുണ്ട് എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി. വേറെ എവിടെ പോയി നന്നായിട്ടും കാര്യമില്ല, വീട്ടിലാണ് നന്നാകേണ്ടത്. ഞാൻ നല്ലവനാണോ അല്ലേ നിന്റെ ഭാര്യ പറയും. നിങ്ങൾ ഓരോരുത്തരെയും ഭാര്യമാരോട് നിങ്ങളെ പറ്റി ചോദിച്ചാൽ അവിടെ നിന്നാണ് നല്ല റിസൾട്ട് വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇഹി വ അന ഖൈറുക്കും ലിനിസാഇ. ഏറ്റവും ഖൈറായവൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ്? പെണ്ണുങ്ങളെ മുമ്പിൽ നന്നായവനാണ്. ഞാൻ എന്റെ പെണ്ണുങ്ങളുടെ ഇടയിൽ നല്ലവനാണെന്ന് ധൈര്യത്തോടെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ വീട്ടിൽ നല്ലവരാകണം, ഭാര്യന്റെ മുമ്പിൽ നല്ലവരാകണം, അവർക്ക് സ്നേഹം കൊടുക്കുന്നവരാകണം. ചില ആളുകൾ സ്നേഹം മനസ്സിലിങ്ങനെ കൊണ്ട് എവിടെയും തട്ടാതെ കൊണ്ടിടക്കാനുള്ളതല്ല, സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. ആരോട്? ഭാര്യയോട് കേട്ടോ, ബാക്കിയുള്ളവരോടല്ല. ഭാര്യയോട് കൊടുക്കേണ്ട സ്നേഹം ഭാര്യക്കാണ് കൊടുക്കേണ്ടത്, ഓഫീസിലെ കൂട്ടുകാരികൾക്കല്ല, ഓഫീസിലെ കൂടെ പോകുന്നവർക്കല്ല. ഭാര്യന്റെ സ്നേഹം ഭാര്യക്ക് കൊടുക്കണം. ആ ഭാര്യയെ പിണക്കാൻ പറ്റൂല. പെണ്ണുങ്ങൾ പലപ്പോഴും നമ്മളെ തെറ്റിദ്ധാരണ വഴിയാണ് കാണുള്ളൂ. തെറ്റിദ്ധാരണയുടെ വഴിയിലൂടെയാണ് പെണ്ണുങ്ങൾ പലപ്പോഴും കാണുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരങ്ങനെ പാവങ്ങൾ വീട്ടിലിരിക്കല്ലേ, നമുക്ക് നമ്മളെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒരു പെണ്ണ് നമ്മളെ ഫോണിലേക്ക് വിളിച്ചാൽ അവർക്ക് ഡൗട്ടാണ്, അവർക്ക് പേടിയാണ്. നമ്മൾ രണ്ടാമതൊരു പെണ്ണ് കിട്ടുമോ എന്ന് പേടിയാണ്. അങ്ങനെ അല്ലേ? നമ്മളാണെങ്കിലോ ഒന്ന് കിട്ടിയാൽ തിരക്കേടില്ല എന്ന് വിചാരിച്ച് നടക്കുവാണ്. ഞാൻ നിലമ്പൂർ ഭാഗത്ത് ഒരു ദിവസം വയലിന് പോയി, കുറച്ചു മുമ്പാണ്. അങ്ങനെ വയൽ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ചെറുപ്പക്കാരൻ മോലേരുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, കുട്ടിയൊന്നല്ല കുറച്ച് പ്രായമുള്ള ആളാണ്. അയാൾ ഓടി എന്താണ് കല്യാണം അന്വേഷണമായിട്ട് വന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചങ്ങായി ഞാൻ പെണ്ണിട്ട് നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഭാര്യനോട് പറഞ്ഞു, ഇന്ന് നല്ല രസം ഉണ്ടായിരുന്നു. എന്താന്ന് ചോദിച്ചു. ഇന്നൊരു കല്യാണാന്വേഷണം വന്ന് വയൽ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ വയൽ നിർത്തേണ്ടി വരും എന്നാണ്. അപ്പൊ പെണ്ണുങ്ങളെ മൈൻഡ് അങ്ങനെ ഉണ്ടാകാം, നമ്മൾ വേറെ പെണ്ണ് കിട്ടുമോ എന്നുള്ള പേടിയായിരിക്കും. പല ആളുകളോ ഒന്ന് കെട്ടിയ തിരക്കേടില്ല എന്ന് വെച്ചിട്ടാ, പിന്നെ ഒന്ന് കെട്ടിയാലോ ഇന്ന് രണ്ടും കലങ്ങും. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. കെട്ടിയവരുണ്ടെങ്കിൽ ഒരു ഓർത്തു വെക്കിയാലും അറിയാം, രണ്ടും കലങ്ങും. രണ്ട് കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ കെട്ടാൻ നടക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഹദീസ് വേണമെങ്കിൽ വായിച്ച് കേൾപ്പിച്ചേരെ. രണ്ട് പെണ്ണ് കെട്ടിയാലേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ കാന ഇൻദ റജുലി ഇംറഅതാനി ഫലം യഅദിൽ ബൈനഹുമാ. ഒരാൾ രണ്ട് പെണ്ണ് കെട്ടി എന്നിട്ട് രണ്ട് പെണ്ണുങ്ങളിടയിലും നീതി പുലർത്തിയിട്ടില്ല എങ്കിൽ ജാഅ യൗമുൽ ഖിയാമത്തി വശിഖഹു മായിലുൻ ഔ സാഖിതുൻ, അവൻ ഒരു ഭാഗം കുഴഞ്ഞവനായിട്ടാണ് വരിക, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ കാണാൻ തന്നെ ഉണ്ടാവില്ല എന്ന് ഹബീബ് മുത്ത് റസൂലുള്ളാഹി. വെറുതെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തേണ്ട, ഉള്ള പെണ്ണിനെ നല്ല പോലെ കൊണ്ടു നടന്നാൽ മതി. രണ്ടാമതിനെ കെട്ടിയിട്ട് അതില് നീതി പുലർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോ ഒരു ഭാഗം കുടഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു
പെട്ടവനായിട്ടോ വരുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ ചുരുക്കി പറയട്ടെ, ഒരു ഭർത്താവെന്ന നിലക്ക് നമ്മൾ വീട്ടിൽ ചെന്നാൽ ആ സ്ത്രീകളോട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ഒന്നാമതായി കൊടുക്കുന്നവരാകണം. ഒന്നാമതായിട്ട് അവകാശം കൊടുക്കുന്നവരാകണം. ഫ്രീഡം കൊടുക്കണം. വീട്ടിൽ ഫ്രീഡം കൊടുക്കണം. പെണ്ണുങ്ങൾക്ക് കൂട്ടിലിട്ട പൂച്ചയെ പോലെ ആക്കരുത്. സ്ത്രീകൾക്ക് വീട്ടിൽ ഫ്രീഡം കൊടുക്കണം. അവരെപ്പോഴും വീട്ടിലാണ്. നമ്മൾക്ക് ഫ്രീ ഉള്ള സമയത്ത് അവരെങ്ങോട്ടെങ്കിലൊക്കെ സിയാറത്തിനോ മറ്റൊക്കെ ഒന്ന് പുറത്തേക്ക് നമ്മുടെ കൂടെ കൊണ്ടുപോകണം. അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും നമ്മുടെ കൂടെ പോരാനൊക്കെ. നമ്മൾ അവരെ കൊണ്ടുപോകണം, നമ്മളെ കൂടെ യാത്രകളിൽ കൊണ്ടുപോകണം. അങ്ങനെ അവർക്കൊരു അവകാശം, ഒരു ഫ്രീഡം കൊടുക്കണം. അപ്പോഴാണ് അവർക്ക് അവരുടെ അകത്ത് നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുകയുള്ളൂ. രണ്ടാമതോ, നമ്മൾ വീട്ടിൽ സമയം കണ്ടെത്തണം. വീട്ടിൽ ചെലവഴിക്കാനുള്ള, നമ്മൾ വലിയ ബിസിനസ്സുകാരായിരിക്കും, വലിയ കുളിയാണ്ടറൊക്കെ ആയിരിക്കും, പുറത്ത് വലിയ സംഘടനയിൽ രാഷ്ട്രീയത്തിലൊക്കെ വലിയ കുളിയാണ്ടറായിരിക്കും. പക്ഷേ വീട്ടിൽ ഒരു 5 മിനിറ്റ് മര്യാദക്ക് ഇരിക്കാൻ അവനെ കിട്ടൂല. വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ്. വീട്ടിൽ മര്യാദക്ക് ഇരുന്നിട്ട് നിങ്ങൾ 5 മിനിറ്റ് നിങ്ങളെ പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഒന്ന് ചിറിച്ച് കളിച്ച് വർത്താനം പറഞ്ഞു നോക്കി. നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം. സമയം കണ്ടെത്താത്തത് കൊണ്ട് നമ്മുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ട്. എന്താ, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന്, ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ എത്ര ഭംഗിയുണ്ട്, എത്ര ഐക്യമുണ്ട്, എത്ര രസമുണ്ട്. ഇതൊന്നും നമ്മുടെ വീടുകളിൽ ഇല്ലാതെയായി പോകുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുന്നത്. നമുക്കൊരുപാട് തിരക്കുകളുണ്ടെങ്കിലും വീട്ടിലെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. നിങ്ങൾ ഒന്നും കൂടെ നോക്കൂ, ഭാര്യ നമ്മൾ എന്തെങ്കിലും ഒരു സേവനം ചെയ്തു കഴിഞ്ഞാൽ പോസിറ്റീവ് പറയണം. നെഗറ്റീവ് പറയരുത്. നെഗറ്റീവ് ഉണ്ടെങ്കിലും ആദ്യം പോസിറ്റീവാണ് നമ്മൾ പറയേണ്ടത്. നല്ല അഭിപ്രായം പറയണം. എന്നിട്ടാണ് പോരായ്മകൾ ഉണ്ടെങ്കിൽ നല്ല നിലക്ക് പറഞ്ഞു തിരുത്തി കൊടുക്കണം. ഞാൻ പലപ്പോഴും പറയുന്ന വിഷയം അതുകൊണ്ട് അത് അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള സഹോദരന്മാരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, അതെ, ഒരുപാട് തൊലാക്കുകൾ അമ്മോശാക്കന്മാരുടെ സ്വഭാവത്തിന്റെ മോശം കൊണ്ട്, അമ്മായിമ്മമാരുടെ സ്വഭാവ മോശം കൊണ്ട്, മരുമക്കളുടെ സ്വഭാവ മോശം കൊണ്ട്, മക്കളെ മോശം കൊണ്ട് എത്രയോ കുടുംബങ്ങൾ എണ്ണി നോക്കിയ ഒരു കുടുംബത്തിലും കുടുംബ പ്രശ്നം ഇല്ലാത്തതില്ല. നാം ആത്മഹത്യകൾ കൂടുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു പെണ്ണെന്നെ വിളിച്ചു, തൃശ്ശൂർ ഭാഗത്ത് നിന്ന്, ചാവക്കാടുള്ള ഒരു പെണ്ണാണ്. ആ പെണ്ണെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. 3 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയതാണ്. ഒന്ന്, നല്ല പണമുള്ള പെണ്ണാണ്, നല്ല പണമുണ്ട്, വാപ്പാക്ക് നല്ല സ്വത്തുണ്ട്, എത്രയോ സ്ഥലങ്ങൾ, ഭൂമിയും വീടും ഒക്കെ പെണ്ണിന്റെ പേരിലുണ്ട്, സമ്പത്തല്ല പ്രശ്നം. പക്ഷേ ഭർത്താവുമായുള്ള ചെറിയ ഒരസലുകളാണ്. ആ പെണ്ണിന് ഡൗട്ടാണ്, ഭർത്താവ് വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടാണ് ആ പെണ്ണിനുള്ളത്. അപ്പോ ആ പെണ്ണ് പറയാൻ, ഞാൻ ഒരു പ്രാവശ്യം ഞങ്ങളെ ഫ്ളാറ്റിന്റെ മുകളിൽ ബാൽക്കണിയിൽ പോയി താഴോട്ട് ചാടാൻ നിന്നു. ചാടാൻ വേണ്ടി ഞാൻ ഒരുങ്ങി നിന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് ചാടാനുള്ള ധൈര്യം കിട്ടിയില്ല, ഞാൻ തിരിച്ചു പോന്നു. രണ്ടാമത് എലിവശം എടുത്തിട്ട് ഞാൻ കഴിക്കാൻ നിന്നു. പക്ഷെ എനിക്ക് കഴിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയില്ല, ഞാൻ പിന്മാറി. മൂന്നാമത് എന്റെ കയ്യിൽ ഞരമ്പ് മുറിക്കാൻ വേണ്ടി ഞാൻ കത്തിയെടുത്തു അടുക്കളയിൽ നിന്ന്. പക്ഷെ മുറിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടിയില്ല, ഞാൻ പിന്മാറി. ആ പെണ്ണിനെ ആത്മഹത്യയിൽ നിന്ന് പിൻവലിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുത്തു. ഭർത്താവിനെ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ അവള് ചോദിക്കാണ്, എനിക്ക് എന്തെങ്കിലും ചെല്ലാനുള്ളതൊക്കെ കൊടുത്തു. അവസാനം ആ പെണ്ണ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇനി ആ ഭർത്താവിൽ നിന്ന് ആ പെണ്ണുമായി ബന്ധമുണ്ടെന്ന് വല്ലതും ഞാൻ കേൾക്കോ ഇല്ലയോ? ഞാൻ പറഞ്ഞു, മകളെ, ഞാൻ ഭാവി പറയുന്ന ആളൊന്നുമല്ല, അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാന്ന് പറഞ്ഞു വല്ല ഫോൺ വെച്ചു. അപ്പൊ എന്താണ്, തെറ്റിദ്ധാരണകളാണ് അധിക കുടുംബങ്ങളിലും കലഹങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണം. തെറ്റിദ്ധാരണകൾ, അതിന് വകുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം. ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് സംശയം ചോദിച്ചു വിളിച്ച്, ഞാൻ എന്റെ ഭാര്യന്റെ മുമ്പെന്നേ തിരിച്ച് കേൾക്കാൻ പറ്റാത്ത കോളാന്ന് പറഞ്ഞാണ് ഞാൻ പോയാ, എന്റെ പെണ്ണ് സംശയിക്കൂലേ ഇത് വേറെ ഏതോ പെണ്ണാണ്? നേരെ മറിച്ച് അവളെ മുമ്പ് തന്നെ ഞാൻ ആ ഫോൺ എടുത്തിട്ട് ലൗഡ് സ്പീക്കറിലാണെങ്കിൽ ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ആ ഡൗട്ട് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് കൊടുത്താൽ എന്റെ ഭാര്യക്ക് സന്തോഷമായിരിക്കും, ഒരു കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ അടുത്തൊക്കെ ഉള്ള പ്രശ്നം. ഓഫീസിലുള്ള പെണ്ണാണ്, നമ്മളെ സ്റ്റാഫാണ്, ഇവള് വിളിക്കുമ്പോ ഭാര്യ കേട്ടാൽ എന്താണ്? ഭാര്യ നമ്മളെ രഹസ്യങ്ങൾ അറിയുന്ന ആളല്ലേ, ഭാര്യന്റെ രഹസ്യങ്ങൾ നമ്മൾ അറിയുന്നല്ലേ. അതുകൊണ്ട് വീട്ടിൽ നമ്മൾ മാന്യന്മാരാകണം. ആദ്യം അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ വീട്ടുകാരെ നന്നാക്കണം, എന്നിട്ട് നമ്മളെ ശരീരം, നമ്മളെ കുടുംബക്കാര്, എന്നിട്ട് നാട്ടുകാർ. അങ്ങനെയാണ് പോകേണ്ടത്. അല്ലാതെ നമ്മള് നാട്ടില് ഭയങ്കര സംഭവമായതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സ്വന്തം വീട്ടില് ഭാര്യന്റെ അടുത്ത് മക്കളെടുത്ത് ഒക്കെ ബഹുമാനമുള്ള ആളാണെങ്കിൽ നാളെ രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു തആല അങ്ങനെയുള്ള മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.